PM ശ്രീയിൽ നിന്ന് ഒപ്പിട്ട് പണം വാങ്ങി എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത്. ഒരു നയാ പൈസ PM ശ്രീ ഇനത്തിൽ കേരളം കൈപ്പറ്റിയിട്ടില്ല. PM ശ്രീ പദ്ധതിയിൽ ഏതൊക്കെ സ്കൂളുകൾ വേണം എന്ന കാര്യത്തിൽ പോലും ആലോചിച്ചിട്ടില്ല. ആ പദ്ധതി നടപ്പാക്കാനേ ഉദ്ദേശിച്ചിട്ടില്ല. മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേന്ദ്രമന്ത്രിയുടെ മുൻപാകെ നേരിൽ വ്യക്തമാക്കിയതാണ്, ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രേഖാമൂലം കത്തുകൊടുത്തതാണ്, ഈ പദ്ധതി നിർത്തിവെക്കുന്നു, ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമഗ്ര ശിക്ഷയുടെ ഫണ്ട് വാങ്ങിയതിനാണ് PM ശ്രീയുടെ ഫണ്ടാണ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലും ഈ പറയുന്നവർ മനസ്സിലാക്കിയിട്ടില്ല. സമഗ്ര ശിക്ഷയിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട ഫണ്ട് വ്യവസ്ഥാപിതമായി ലഭിക്കേണ്ടതാണ്. എന്നാൽ 2023-24 മുതൽ PM ശ്രീയിൽ ഒപ്പിട്ടില്ല എന്ന കാരണം പറഞ്ഞ് ആ ഫണ്ട് മരവിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് പ്രശ്നം. ഒരു ഘട്ടത്തിൽ ആ ഫണ്ടിൽ കുടിശ്ശികയുണ്ടായിരുന്നത് സ്കൂൾ യൂണിഫോം, അതുപോലെ തന്നെ പാഠപുസ്തകം, ഈ കാര്യങ്ങളെല്ലാം വിതരണം ചെയ്തതിൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കേന്ദ്രത്തിന്റെ വിഹിതം തരണം എന്ന ആവശ്യത്തിൽ സമഗ്ര ശിക്ഷയുടെ ഒരു ഗഡു അനുവദിച്ചതിനെയാണ് PM ശ്രീ ഫണ്ട് എന്ന് കളവായി ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതി കേരളം നടപ്പാക്കാൻ ഉദ്ദേശിക്കാത്ത പദ്ധതിയാണ്, ഉപേക്ഷിച്ച പദ്ധതിയാണ്. MOU നിർത്തലാക്കണമെന്ന് സർക്കാർ ഔപചാരികമായി കേന്ദ്രത്തെ അറിയിച്ചതാണ്, രേഖാമൂലവും നേരിട്ടും അറിയിച്ചതാണ്. നിലവിൽ അങ്ങനെ ഒരു പദ്ധതിയില്ല.